ഇന്നത്തെ VNCC മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. എല്ലാവരും കണ്ണുകളടയ്ക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, ശ്രീപിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും VNCCയുടെ കർത്താവ് മീറ്റിംഗ് ആയിട്ട് ഞങ്ങൾ കൂടിയിരുന്ന അവസരത്തിനാണ് ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് കർത്താവ് ഏറ്റവും അനുഗ്രഹത്തിന് സഹായിക്കേണ്ടതായി പ്രാർത്ഥിക്കുന്നു. വരേണ്ടവരെ കൂട്ടിയിരുന്നതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നിവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമും കർത്താവെ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവെ ഒന്നും സഹായിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേക കർത്താവ് ഇന്ന് ഞങ്ങളുടെ +2 വിജയികളായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ആദരിക്കുവാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ അതിന്മേലൊക്കെ ദൈവത്തിന്റെ കൃപ വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവിടെ ഓരോ പ്രോഗ്രാം ഏറ്റെടുത്തിരിക്കുന്ന എല്ലാവരുടെ കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം സൃഷ്ടിക്കുന്ന ദാസനങ്ങളുടെ കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾക്കെല്ലാം കർത്താവ് വിടുതൽ കാരണമായി തീരുവാനെന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരത്തിനായ സ്തോത്രം. ഇതിന്റെ കർത്താവിൽ പ്രവർത്തിക്കുന്ന VNCCയുടേതായിട്ടുള്ള കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവരും കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, ഇന്നത്തെ ഈ ആരാധനാദികളുടെ അവസരം അവരെ തിരുവനന്തപുരത്തിനായ സ്തോത്രം, പ്രാർത്ഥനായ സ്തോത്രം, മാനവോത്സവം ഇങ്ങനെ എടുക്കുന്നു. യേശുനാമത്തിൽ പിതാവേ, ആമേൻ. എന്നോടുള്ള നിംസഹം നന്മകൾക്കുമായി എന്ത് ചെയ്യുമെന്ന് ഞാൻ യേശുവരാം. കർത്താവിന്റെ ബോധം
എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് ചേർന്ന് പാടാം. എന്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. നമ്മുടെ കരങ്ങളെ അടിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സങ്കേതവും ഏറ്റവും അടുത്ത തുണയും. സങ്കേതവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നും ദൈവമേ. ഏതൊരാപത്തിലും ഏതു ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എന്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു.
നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിന്റെ കീഴിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു. അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും. എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവരെല്ലാം പുകഴും. എങ്കിലും ഭോഷ്ക് പറയുന്നവരുടെ വായി അടഞ്ഞുപോകും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുടെ മധ്യയും ഒരുവനായ ദൈവത്തെ അതിരം തുറന്നുകൊണ്ട് സ്തുതിക്കുവാൻ പ്രചോദനം നൽകുന്നതായിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് 63-ാം സങ്കീർത്തനം. നമുക്ക് ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, വളരെ ഒറ്റപ്പെട്ടതായിട്ടുള്ള അനുഭവത്തിൽ, വളരെ പ്രതിസന്ധിയുടെ മധ്യേ തന്റെ രാഷ്ട്രം നഷ്ടപ്പെട്ട് ഒരു മരുഭൂമിയുടെ ആ വരണ്ട അനുഭവത്തിലേക്ക് ഏകനായിട്ട്, അല്ലെങ്കിൽ ആ പരിവാരങ്ങളോ ഒരു രാജാവിന് ഉണ്ടാകേണ്ടുന്നതായിട്ടുള്ള സകല കാര്യങ്ങളെയും വെടിഞ്ഞുകൊണ്ട് ഒറ്റയ്ക്ക് സകലം നഷ്ടപ്പെട്ടവനായ ദാവീദ് കടന്നുപോയപ്പോൾ തന്റെ ഹൃദയത്തിലൂടെ കടന്നു വന്ന കീർത്തനമാണ് 63-ാം സങ്കീർത്തനം എന്നുള്ളത്. തന്റെ കൂടെ യാതൊന്നും ഇല്ല. തന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള രാജ്യത്വം സർവ്വതും നഷ്ടപ്പെട്ടു. താൻ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ തനിക്ക് നിധിയായിട്ട് കൂടെയുള്ള തന്റെ ദൈവത്തെ ആ കീർത്തനത്തിൽ ഓർപ്പിക്കുന്നതായിട്ട് കാണുന്നു. ദൈവമേ, നീ എന്റെ ദൈവം. തനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. തനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിച്ചൊരു രാജപദവിയിലേക്ക് കടക്കുവാനുള്ള ആഗ്രഹം തനിക്കില്ല. അതിനൊക്കെ മധ്യേ ആ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ദാവീദിനവിടെ ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ്. ആ ദൈവത്തിന്റെ മഹത്വം കാണുവാൻ തക്കവണ്ണം, ആ ദൈവത്തിന്റെ മന്ദിരത്തിന്റെ ശക്തിയും മഹത്വം കാണുവാൻ തക്കവണ്ണം ദാവീദ് അതിയായിട്ട് അവിടുന്ന് കാംക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സാഹചര്യം ഏതുമായി കൊള്ളട്ടെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടതായിട്ടുള്ള അവസ്ഥ കടന്നു വരാം, ആ പ്രതിസന്ധിയുടെ അവസ്ഥ കടന്നു വരാം, രോഗത്തിന്റെ അവസ്ഥ കടന്നു വരാം, ആ അനുഭവങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ. എന്നാൽ എന്റെ ദൈവം എന്നുള്ള ബന്ധം നമ്മുടെ വായിക്കുന്നുണ്ട്, എന്റെ ഉള്ള നിന്നോട് ആ ഒരു ആത്മീയ ബന്ധം ദൈവമായിട്ട് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് തിരിക്കും. നമ്മുടെ ഹൃദയം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരും. അതിന്റെ അടുത്ത വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. നമുക്കറിയാം, ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് ജീവൻ എന്നുള്ളത്. ജീവിച്ചിരിക്കാൻ വേണ്ടിയാണ് നാം പല കാര്യങ്ങളും ചെയ്തുകൊണ്ട്, പല കാര്യങ്ങളും വർദ്ധിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരു അപകട സാധ്യതയുള്ള ഒരു മേഖലയിലേക്ക് കിടന്നു പോകുന്ന ഒരു വ്യക്തിയോട് നാം പറയുന്നത്, ജീവനിൽ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ പോകരുത്, അങ്ങനെയല്ല പറയുന്നത്. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് പോകരുതെന്ന് നാം പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്രമാത്രം ഉന്നതമായിട്ടുള്ള വിലയുള്ളതായിട്ടുള്ള ജീവനേക്കാൾ വലുതായിട്ട് ദൈവത്തിന്റെ ദയയെ അവിടെ കാണുവാനായിട്ട് ദാവീദിന് കഴിഞ്ഞു. എന്താണ് കാരണം എന്നുള്ളത്? കാരണം ആ ദൈവമാണ് തന്നെ നിലനിർത്തുന്നത്, തന്നെ മുമ്പോട്ട് നയിക്കുന്നത്, തനിക്ക് സഹായമായിട്ട് തീർന്നത് ദൈവമാണ്. തന്നെ സംബന്ധിച്ചിടത്തോളം തന്നെ മറയ്ക്കുന്നത്, തന്റെ ചിറകിൻ നിഴലിൽ തന്നെ മറയ്ക്കുന്നത് ദൈവത്തിന്റെ ദയയാണ്. തന്റെ വലങ്കയിൽ താങ്ങുന്നത് ദൈവത്തിന്റെ ദയയാണ്. നമ്മെ സംബന്ധിച്ച് ഓർക്കുവാനായിട്ടുള്ളത് ആ ദൈവത്തിന്റെ ദയ മാത്രമാണ്. നാം മുടിഞ്ഞു പോകാതിരിക്കേണ്ടത് ദൈവത്തിന്റെ ദയ എന്നുള്ളത് നാം വായിക്കുന്നുണ്ടല്ലോ. അതെ, ആ നിത്യമായിട്ടുള്ള നരകത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാതെ വേണം, നിത്യമായിട്ടുള്ള അഥവാ പാതാളത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാതെ വേണം, നിത്യമായ കണ്ണുനീരിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോയാതെ വേണം. നമ്മുടെ ഈ മൺകൂടാരത്തെ രൂപാന്തരപ്പെടുത്തി നിത്യത വരെയും കൊണ്ടെത്തിക്കുന്നത് ആ ദൈവത്തിന്റെ ദയയാണ്. അത് ഓർക്കുമ്പോൾ നമുക്ക് അതിരം തുറന്നുകൊണ്ട് സ്തുതിക്കാതിരിക്കുവാനായിട്ട് കഴിയില്ല. ഒന്ന് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. തന്റെ ജീവിതത്തിൽ നിലയിൽ ദാവീദ് ഒറ്റപ്പെട്ടതായിട്ടുള്ള ഏകാന്തയുടെ അനുഭവത്തിൽ ദൈവത്തെ അതിരം തുറന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടങ്ങളിലും നമ്മുടെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ ദൈവത്തോട് പറ്റിച്ചേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. തുടർന്നുള്ള ജീവിതങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിലയിൽ തന്നെ മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടതായിട്ടുള്ള സഹോദരൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ സ്രോതസ്സനായ ഞങ്ങളുടെ പിതാവെ, ഞങ്ങളെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു.
ഞങ്ങൾ തിരുവഴുത്തിൽ വായിക്കും, ജീവിക്കുന്നത് ആത്മാവാം, മാംസം ഒന്നിനും ഉപകരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവിതമാകും. കർത്താവ്, ഇന്ന് ഞങ്ങൾ അങ്ങ് സന്നിധിയിൽ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന സങ്കീർത്തനം കർത്താവെ, ആ ദാഹിക്കുന്ന ആത്മാവിന് ദൈവം സംതൃപ്തി നൽകുന്നു എന്നതാണ് കർത്താവെ. ഞങ്ങൾ കേവലമായ മനുഷ്യരാണ്, ഒന്നിനും യോഗ്യതയില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് കർത്താവെ, ആ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള ഭാഗ്യപദവിയോടുകൂടിയാണ് കർത്താവെ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. അങ്ങയുടെ മുഖം മൃദുവും ലഘുവുമായിരിക്കുകയാൽ അങ്ങയോട് ചേർന്ന് പഠിക്കുവാനാണ് അങ്ങ് ഞങ്ങളോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കർത്താവെ. ഞങ്ങൾ അങ്ങയോട് ചേർന്ന് പഠിക്കുമ്പോൾ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് സംതൃപ്തിയും സമാധാനവും അങ്ങയുടെ കരുണയും ദയവും ധാരാളമായി ചൊരിഞ്ഞു തന്ന കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രയാസഘട്ടത്തെയും നേരിടുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ കൈപിടിച്ച് വഴി നടത്തിയാൽ നാഥ, ഞങ്ങളെ അങ്ങയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ എപ്പോഴും അങ്ങയിലാണ് ധ്യാനിക്കുന്നത്. കർത്താവെ, ഞങ്ങൾ അങ്ങയിൽ ധ്യാനം കഴിക്കുമ്പോൾ കർത്താവെ, മജ്ജയും മേരസും എന്ന പോലെ തന്നെ ഞങ്ങളുടെ ശരീരത്തിനെ കർത്താവെ അങ്ങ് തൃപ്തി വരുത്തുകയും ഞങ്ങളുടെ സകല ലംഘനങ്ങളെയും പോക്കി ഞങ്ങളെ ക്ഷമിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ കർത്താവെ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി സ്തോത്രം ചെയ്യുവാൻ തരുന്ന വിലയേറിയ അവസരത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സർവശക്തന്റെ ആത്മാവ് ഞങ്ങളെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ആത്മാവ് തന്നെ ഞങ്ങൾക്ക് ജീവനെ തരുന്നു എന്ന് ഞങ്ങൾ വീട്ടിൽ വായിക്കുന്ന കർത്താവെ, ഞങ്ങളിന്ന് ജീവിക്കുന്നത് കർത്താവെ അങ്ങയുടെ ആ വലിയ കരുണയും ദയയുമാണ്. അതുകൊണ്ടാണല്ലോ കർത്താവെ ഞങ്ങൾ കാണുന്നത് അങ്ങയുടെ ദയ ജീവനേക്കാൾ നല്ലത്. കർത്താവെ, ആ കരുണയും ദയയും സമാധാനവും അനുഭവിച്ച് ഏത് പ്രതിസന്ധിയെയും കർത്താവെ മുൻപോട്ട് ഞങ്ങളെ കൈപിടിച്ച് അങ്ങ് നടത്തിയാൽ നാഥ, ഞങ്ങൾ അങ്ങ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് തന്നെ കർത്താവെ അങ്ങ് ഞങ്ങളിലൂടെയും അങ്ങയുടെ ആത്മാവ് ഞങ്ങളിലായിരിക്കുന്നത് കൊണ്ടും ആ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും അങ്ങോട് പ്രാർത്ഥിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഞങ്ങളുടെ പ്രാണനെയും പരിപാലിക്കുന്ന ദൈവം ഞങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ആ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു ഞങ്ങളിലായിരിക്കുന്നത് കൊണ്ടാണ് കർത്താവ്. അതൊക്കെയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പോൾ കർത്താവിനെ ഞങ്ങൾ കൂടി വന്നിരിക്കുമ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന സഭാ മേലധ്യക്ഷന്മാരെയും ഇവിടെ കൊയർ പാടുന്നവരെയും ഇന്ന് പ്രത്യേകമായി 12ാം ക്ലാസ്സിലെ പരീക്ഷകൾക്ക് ശേഷം കർത്താവെ അവർക്ക് ലഭ്യമാകുന്ന അവാർഡുകൾ കർത്താവെ സ്വീകരിച്ചുകൊണ്ട് അങ്ങയോട് ചേർന്ന് പഠിച്ച് ജീവിതത്തിൽ വളരെ മുന്നേറുവാൻ തക്കവണ്ണം കർത്താവെ അങ്ങ് അവരെ സഹായിക്കണമെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ താഴ്ന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവന്റെ ബലം അങ്ങാണ് കർത്താവെ. ഞങ്ങൾ അങ്ങനെ സമർപ്പിക്കുന്നു. എല്ലാം ക്രിസ്തുയേശു മുഖാന്തരം പിതാവെ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ സയൻസ് സന്ധ്യയിലെ നമുക്ക് ഇത്രത്തോളം പേർക്ക് കടന്നു വരുവാൻ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലങ്ങളെ ഈ ഒരാഴ്ചക്കാലങ്ങൾ നമ്മൾ അവിടെ ആയിരുന്ന സ്ഥാനങ്ങളിൽ ദൈവം നമ്മുടെ കണ്ണിനെ കൃഷ്ണമണി പോലെ കാത്തു വരുവാൻ ചിത്രത്തോളം സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ വീണ്ടും നമ്മളെ കൂട്ടിവരുത്തി ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുക കൂടിയാണ്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം 63ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് വായിക്കാനിടയായത്. ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഒരു ഇല്ലായ്മയുടെ അവസ്ഥയില്, വെള്ളമില്ലാത്ത അവസ്ഥയിൽ ദൈവം വഴിയൊരുക്കിയ ഒരവസ്ഥ, സകലതും നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് തന്റെ ദാസൻ എന്ന് ശുശ്രൂഷിപ്പാനിടയായത്. അധികാലത്തെ ഞാൻ എന്റെ ദൈവത്തെ അന്വേഷിക്കും. ഞാനിത് വായിച്ചപ്പോൾ എന്റെ മുമ്പിലേക്ക് ഓടി വന്നവർക്ക് ഞാൻ പറഞ്ഞതാണ്, ഹാഗറിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഹാഗർ അധികാലത്തെ വെറുപെടുത്തി വെള്ളവും കൊടുത്ത് അവളെ പറഞ്ഞയച്ചപ്പോൾ അവിടെ നിന്നുള്ള വെള്ളവും തീർന്ന് ബേർശേബ മരുഭൂമിയിലെത്തിയപ്പോൾ അവൾ ഒരു കുഞ്ഞിനെ കൊണ്ട് ചൊടിയുടെ തീരെ കിടത്തിയിട്ട് എനിക്ക് കുഞ്ഞിന്റെ മരണം കാണേണ്ടായി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരഞ്ഞു. അധികാലത്തെ ഇറങ്ങിയുള്ള വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ദേശത്ത് അവൾ തന്റെ കുഞ്ഞിനെ കിടത്തിയിട്ട് ഒരു തുരുത്തി വെള്ളത്തിന് വേണ്ടി കരഞ്ഞു. ഇനി കുഞ്ഞിന്റെ മരണം ഉറപ്പിച്ചപ്പോൾ കുഞ്ഞിന്റെ മരണം കാണേണ്ടായി എന്ന് നിലവിളിച്ച് കരഞ്ഞപ്പോ ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് ബാലന്റെ നിലവിളി കേട്ടു. ഹാഗറിന്റെ നിലവിളി കേട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാലൻ ഇരിക്കുന്നിടത്തുനിന്ന് ബാലന്റെ നിലവിളി ദൈവം കേട്ടു. പ്രൈസ്. എന്തുകൊണ്ടെന്നാണ് അറിയാമോ? ചില കാര്യങ്ങൾ, ചില കരയുന്ന കുഞ്ഞിനെ പാടുള്ളെന്ന് പറയുന്നത് പോലെ സകലതും ഏൽപ്പിച്ചു കൊടുത്ത് ഒരു പൈതലിനെ പോലെ നിഷ്കളങ്ക മനോഭാവത്തോടെ ദൈവസ്ഥലത്തിൽ നിലവിളിച്ചാൽ
ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അധികാരത്തെ സകലതും നഷ്ടപ്പെട്ട് ഏകാന്തയുടെ വഴിയിൽ കിടന്നപ്പോൾ ഇറങ്ങി വന്ന് പ്രവർത്തിച്ച ദൈവമാണ്. ആ ദൈവമാണ് ഞങ്ങൾ നമ്മളെ ഇവിടെ കൂട്ടിവരുത്തിയിരിക്കുന്നത്. ഇന്ന് 12ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ നമ്മൾ കടന്നു വരുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് സംസാരിച്ചതാണ്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നു, ഈ 12th വരെയും ഒരു നിവൃത്തിയും നമ്മുടെ മുമ്പിൽ ഇല്ലാതെ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഫീസ് എങ്ങനെ കൊടുക്കുമെന്നറിയാൻ പറ്റാതെ ഭാരപ്പെട്ടു പോയ സ്ഥാനത്ത് ഇതുവരെയും കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ 10 കൊടുത്തപ്പോൾ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് പഠിപ്പാനുള്ളൊരു പ്രചോദനം എന്ന രീതിയിൽ നമ്മൾ കൊടുത്തത് ഇന്ന് 12ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ, കാരണം മുമ്പോട്ട് അവരുടെ വഴിത്തിരിവ. ഇനിയും എങ്ങനെ മുമ്പോട്ട് എങ്ങനെയെന്നറിയില്ല. ഇതുവരെയും നടത്തുവാൻ, ഇതുവരെയും നിർത്തുവാൻ തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വഴിയൊരുക്കി. ഇനി കുഞ്ഞുങ്ങൾ അവരവരുടെ വഴിക്ക് വേണ്ടി മുമ്പോട്ട് പോകുക. അപ്പനും അമ്മയുടെ സാന്നിധ്യമില്ലാത്ത ഏകാന്തതയോടെ തീരമായിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എവിടെയെങ്കിലും പഠിപ്പാനായി കടന്നു പോകുമ്പോ അവർ വിളിച്ച ദൈവം 119 സങ്കീർത്തനം 105 വാക്യം പറയുന്ന പോലെ, നിന്റെ വചനം എന്റെ കാലിന് ദീപം, എന്റെ പാതയ്ക്ക് പ്രകാശമാ. ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങരുത്. പ്രൈസോ, എവിടെയായിരുന്നാലും എന്റെ സ്വർഗത്തിലെ അപ്പത്തിന്റെ നാമം വിട്ടു പോകരുത്. യാക്കോബ് ഇസ്രായേലിനെ യോസഫിനെ കുറിച്ച് പറഞ്ഞതുപോലെ അവൻ എവിടെ കടന്നു പോയപ്പോഴും അവന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കടന്നു പോയിടത്തെല്ലാം അനുഗ്രഹമായി തീർന്നു. ഇന്ന് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങൾ എവിടെ കടന്നു പോയാലും ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നിങ്ങളെ നടത്തുന്ന ഒരു ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കണം നിങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ സാക്ഷിയുള്ളവരായി. നിങ്ങൾ എവിടെ പഠിക്കാൻ പോയാലും, ഏത് ഹോസ്റ്റലിലായിരുന്നാലും നിങ്ങൾ മറ്റുള്ളവർ മുമ്പിൽ ഒരു സാക്ഷിയുള്ളവരായി നിൽക്കണം. നിങ്ങളെ കാണുന്നവർ പറയുമാറാകണം, നീ ഒരു സാക്ഷിയുള്ളവർ. നിങ്ങൾ അങ്ങോട്ട് പറയല്ല, അവർ നിങ്ങളെ കണ്ടു പറയുമാറ് അവരുടെ മുമ്പിൽ ഒരു സാക്ഷിയുള്ളവരായി, ഒരു ടെസ്റ്റ് മണിയുള്ളവരായി നിൽപ്പാൻ ദൈവം നമ്മളെ ബലപ്പെടുത്തുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു. ഇതുവരെ കുഞ്ഞുങ്ങളെ പഠിപ്പിപ്പാൻ ഈ +2 വരെ കൊണ്ടുവന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കളോട് ചോദിച്ചാൽ, പല ദിവസങ്ങളിൽ കിടന്നിട്ട് ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? നാളെ എങ്ങനെയായിരിക്കും, അടുത്ത ദിവസം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചു പോയ ദിവസങ്ങളില്ലേ? പക്ഷെ ഇതുവരെയും നമ്മളെ നടത്തി ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. നാളെ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷെ ഇതുവരെ നടത്തിയ ദൈവം, ഇന്നുവരെ കരുതിയ ദൈവം നാളെയും നടത്തുവാൻ ദൈവം ശക്തനാ. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാത്ത ഉണങ്ങി വരുന്ന ദേശത്ത് എനിക്ക് വേണ്ടി ദൈവം വഴിയൊരുക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ശുശ്രൂഷ പ്രിയ ഡാനിതന്നെയും ദൈവം വീണ്ടും ബലപ്പെടുത്തുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളെ പാടുവാൻ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് ഒരുപാട് പ്രോഗ്രാമുകൾ ഉള്ളതുകൊണ്ട് ഞാൻ എന്റെ സമയത്തെ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് നമ്മുടെ യാത്രയിലായിരിക്കുന്നു പ്രിയ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ യാത്രയിലായിരിക്കുന്നു. തന്റെ ദാസൻ ഇപ്പോൾ ഇന്ന് കടന്നു വരേണ്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, മെസ്സേജ് അയച്ചിരിക്കുന്നു. നമ്മുടെ സാമുട്ടികളെല്ലാം റെഡി ആയതാണ് വരാനായിട്ട് പെട്ടെന്ന്. പക്ഷെ പനിയുടെ അസ്വസ്ഥത വല്ലാതെയായി, അദ്ദേഹത്തിന് വരാൻ കഴിയാതെയായി. അങ്ങനെ രോഗത്താൽ പാരപ്പെടുന്ന പലരുമുണ്ട്. പലരും ഇന്ന് മെസ്സേജ് വിട്ടിരുന്നു, ശരീരത്തിൽ സുഖമില്ലാതിരിക്കുന്നുവെന്ന്. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവരെയും ബലപ്പെടുത്തുമാറാകട്ടെ ഓർത്തും പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിലെ നമുക്ക് 1-2 പ്രോഗ്രാമുകൾ നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് വേഗം കടന്നു പോകട്ടെ. ഇന്ന് ആദ്യമായിട്ട് സ്പെഷ്യൽ പ്രോഗ്രാമായിട്ട് കടന്നു വന്നിരിക്കുന്നത് 2 ഇതാണ്. ഒന്ന് BBC ചർച്ചിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. അതിനു മുമ്പായി ആദ്യം തന്നെ മജ്‌ലിസിൽ നിന്നുള്ള പ്രിയ നമ്മുടെ എൽഡർ സണ്ണി ബ്രദറിന്റെ മക്കളായിരിക്കുന്ന ആരോണും അവികയിലും അവർ മുമ്പോട്ട് കടന്നു വന്നിട്ടായിട്ട് അവർ 2 പേരുടെ ഒരു പാട്ട് പാടുന്നതായിരിക്കും. അതേ തുടർന്ന് BBC ചർച്ചിന്റെ കൊയറും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആദ്യമായി അവരെ യേശുവിൽ
അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രോഗ്രാം നടത്തുവാൻ ആരോണ്യ അവിയലിനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. കുഞ്ഞുങ്ങൾക്ക് മനോഹരമായ ഒരു കൈയ്യടി കൊടുക്കാൻ നമുക്ക്. ഉപരിപഠനാർത്ഥം ദൈവം അനുവദിക്കുന്ന ഈ വർഷം അടുത്ത സ്ഥലത്തേക്ക് യാത്രയാകുവാണ്. പൈതങ്ങളോട് ആയിരുന്ന സമയങ്ങളിലൊക്കെ പൈതങ്ങളോട് കടന്നു വരികയും അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുകയും ചെയ്തല്ലോ. ഈ മോൾ ഇവിടെ ഉണ്ടല്ലോ. പൈതലും കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ വീണ്ടും സമയം കിട്ടുമ്പോൾ വീണ്ടും അവർ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമുമായിട്ട് കടന്നു വരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു സഭയോടും അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരോടും നന്ദി ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്യുന്നു. അടുത്തായിട്ട് ഒരു കൊയറാണ്. അതിനായിട്ട് BPC ചർച്ചിനെ മുമ്പോട്ട് ക്ഷണിക്കുക. വഴിയും സത്യവും നീ മാത്രമേ, നിത്യമാം ജീവനും ദൈവപുത്ര നീയല്ലാതാരുമില്ല.
കേട്ടിട്ട്
മനോഹരമായ ഒരു കൊയർ നമ്മൾ ശ്രമിക്കുവാനിടയായി. അനുഗ്രഹിക്കപ്പെട്ട ആത്മീക അന്തരീക്ഷത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ VPC ചർച്ച് അവരുടെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളാണ്. അവരുടെ അവർക്കുള്ള പ്രത്യേക നന്ദി നമ്മുടെ പേരിലുള്ള അർപ്പിക്കുകയാണ്. ഒരു നല്ല കൈയടിയോടെ പ്രോഗ്രാമുമായി കടന്നു വരട്ടെ. അവർക്ക് എപ്പോഴും അവരുടെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. എപ്പോഴും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ പ്രോഗ്രാമിനായി ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി അംഗങ്ങളെ, സഭ കർത്താസിന് ഓരോരുത്തർക്കുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോഴേ നമ്മുടെ 12ലെ കുഞ്ഞുങ്ങൾക്കുള്ള കമന്റ് പ്രസന്റ് ചെയ്യാനായിട്ട് സെക്രട്ടറി ക്ഷണിക്കുന്നു. Good evening all. Okay, first I call your names now. Come up and grab your memento from the leaders. Then just stay before us. Then after that we will pray and bless you for. So I invite one by one, so you can come and collect your mementos. Okay. ആദ്യമായിട്ട് സമ്മാനം കൊടുക്കുവാനായി നിങ്ങൾക്കുള്ള മെമെന്റോസ് കൊടുക്കുവാനായി പാസ്റ്റർ VP ഫിലിപ്പിനെ മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Okay, Jasna Cherian from IPC Hebron. Johan Titus Johnson from Sharon Fellowship Church. Joanna Bijoy John from Majalis Prathana Assembly. Elisa Johnson from Bethel Pentecostal Church. So, Elisa Johnson from Ebenezer Prathana Assembly. Joanna Bijoy John. Okay. Alvin Matthew Son from Bethel Pentecostal Church. അടുത്തതായി പാസ്റ്റർ ടൈറ്റസ് ജോൺസൺ അവരുടെ മുമ്പോട്ട് ക്ഷണിച്ചു. താങ്ക് യു ഫിലിപ്പ് പാസ്റ്റർ. സാറ മറിയം സോജു ഫ്രം ബെഥൽ പെന്തക്കോസ്റ്റൽ ചർച്ച്. ഏബൽ അലക്സ് ഫ്രം IPC ഇമ്മാനുവൽ. ഗോർഡൻ ഗോഡ്വിൻ എടച്ചേരിൽ ഫ്രം എബനേസർ ബ്രദറൻ അസംബ്ലി. Then Adarsh Anil from, Gordon Godwin Edacheri. Father ഉണ്ടെങ്കിൽ മുമ്പോട്ട് കടന്നു നോക്കട്ടെ പ്ലീസ്. Ria Solomon from Sharon Fellowship Church. ഓക്കെ, ആ ചർച്ചയിൽ നിന്ന് ഓക്കെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ നിന്ന് വിനോദ് വിനോദ് മുൻപോട്ട്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ഓക്കെ, അടുത്തതായിട്ട് ബ്രദർ സണ്ണി മത്തായിയെ മുമ്പോട്ട് ക്ഷണിക്കാം.
Okay. Elona Sarah Philip from AG Church. Ashin K. Saji, Church of God Prayer Fellowship. Joel S., Church of God Prayer Fellowship. Clarissa Yakub from AG Church. Yeah. Clarissa Yakub from AG Church. Okay. Thank you. അടുത്തതായിട്ട് പാസ്റ്റർ ബോസ് വർഗീസിനെ മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ബ്രൈറ്റ് ടോം അനിൽ ജോസഫ് ഫ്രം IPC ബഹ്റൈൻ. Denna Rosen Manoj from IPC Bahrain. Deborah Sarah Jason. Deborah. Joanna George Samuel from AG Church. നിങ്ങൾക്കുള്ള അവർ പിന്നീട് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫസ്റ്റ്. അടുത്തതായിട്ട് എബനേസർ ബ്രദർ അസംബ്ലിയിലെ എൽഡർ ആയിരിക്കുന്ന ബ്രദർ ജോർജ് PC മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ഡെറിക് മാത്യു ഫ്രം ഗഫൂൾ ബ്രദർ അസംബ്ലി. Joanna George Samuel. Derek Matthew. ഗഫൂളിൽ നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? അബിയ എലിസബത്ത് ജോർജ് ഫ്രം എബനേസർ ബ്രദർ അസംബ്ലി. അബിയ എലിസബത്ത് ജോർജ്. Elvin Harvey from Gafur Brother Assembly. Elvin, yeah. Thank you, brother. അടുത്തതായിട്ട് ബദൽ പെന്തക്കോസ്റ്റൽ ചർച്ചിലെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ടൈറ്റസ് വർഗീസിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. ഓക്കെ, ആരൺ സണ്ണി from Majlis Brother Assembly. Sheba Chako Salaji from AG Church. Steve Kannetta Siju from Church of God Bethel. Shalvin Shibu from St. Thomas Evangelical Church. Last one, Daniel Lal from Emmanuel IPC. Emmanuel IPC നിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഓക്കെ, ഇവരെ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാനായിട്ട് AG ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോർജ് അവരുടെ മുമ്പോട്ട് ക്ഷണിച്ചു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സമയമാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരുടെ പേരൻസിന് ഹൃദയത്തിൽ അല്പം അല്ലാത്ത വ്യസനമുണ്ട്. Children, so happy to see you all with your appreciation from BMCC. This gives you one additional responsibility. Don't forget BMCC.
keep BMCC in your prayers. I know you must have already received so many directions, instructions, advices. I don't want to dump anything more over to you. Yeah, but still, ദൈവസന്നിധിയിൽ ഈ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ I just want to remind you 3 things. That's all. This is not from me. I received from, no, I collected from somewhere. See, you were living with your parents for the last 18 years, 17, 18 years. Personally, I left my home for higher studies at the age of 15 and a half. Much younger than you, but that was 45 years back, not now. You will have a lot of challenges. The first challenge you are going to face is figuring out who you are. That's a big question you're going to face when you enter a new campus with a multicultural, multilinguistic, varieties. Remember, since you are all born again believers and children of God, I want to reiterate, be confident your identity in Christ is secure. I believe all of you are born again Christians. Many of you are accepted Jesus Christ as personal Savior and witnessed in baptism, right? So be confident that your identity is in Christ is secure. Nothing can change that. Another important thing, sadharana angane arum emphasis parannalla, but I would like to emphasize for that. Do not settle with just reading the Bible in your rooms or watching online messages. Now, many people, once they leave the country, they land in either Bangalore, Mumbai, Pune, Chennai, I don't know, maybe across anywhere in the world. They are trying to be settled with, okay, Sunday, online message on that. I will read my Bible. I will, of course, surely practice my quiet time. That's enough. That is important. But your immediate task should be to find a healthy, orderly, functioning local church. That is very important. You have to find a local church wherever you are, because which is essential for growing in the knowledge and life of Jesus Christ, right? And third one, in Ephesians 6:1-3, we read, honor your father and mother. Obedience is different, honoring is different. Someone says like this, the pattern of obedience to parents may change. നിങ്ങൾ ഇവിടെ ആയിരുന്നപ്പോ നിങ്ങൾ പേരൻസിനെ വെളിപ്പുറത്തുണ്ടായിരുന്നു. You may be in the next room. മമ്മിയോ പപ്പയോ ഒന്ന് വിളിക്കും, എടാ മോനെ, നിങ്ങൾ ചിലപ്പോൾ കേൾക്കും, രണ്ടാം വിളിക്കും, എടാ മോനെ, എന്തുവാ ഇങ്ങോട്ട് പോടാ. മൂന്നാമത്തെ പ്രാവശ്യമാണ് മിക്കവാറും, മൂന്നാമത്തെ പ്രാവശ്യം വന്നാൽ ഭാഗ്യം. That's okay with us. We know you are there. But once you move out of, you are not in our vicinity. So that obedience takes next level. More than obedience, honor your parents. But honoring your parents should still be same. Honoring is totally different. It has vast meanings. Oh, ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. അവർ കടന്നു പോകുന്ന സമൂഹത്തിൽ, പുതിയ സമൂഹമാണ്. അവിടെ അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി അവര് ദൈവവേദന എന്ന നിലയിൽ to be a witness to the gospel of Jesus Christ. That is more important. രണ്ടാമത്തത്, ഈ കുഞ്ഞുങ്ങൾ ഒരു നല്ല കൂട്ടായ്മയിൽ പോകുന്നത് നിങ്ങൾ ഉറപ്പുവരുത്തണം. പ്രിയമുള്ളവരെ, ഞാൻ again I am telling you as a father, എനിക്ക് ഒത്തിരി ഇൻസിഡൻസ് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ നിന്നും 150-200 രൂപ ഓട്ടോയ്ക്ക് കൊടുത്തായിരിക്കാം പോകേണ്ടി വരുന്നത്. അവിടെ 4 ആഴ്ച ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ 4x250 രൂപ, പിന്നെ സ്തോത്രാഴ്ച 1500. അതുകൊണ്ട് വേണ്ട എന്ന് ഒരിക്കലും പറയരുത്. അതിനോ നമ്മുടെ സാമ്പത്തികം അറിയാം. പക്ഷേ മേക്ക് ഷുവർ ദേ അറ്റൻഡ് എ ഗുഡ് ചർച്ച്. നന്നായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്ന, ദുരുപദേശം പ്രസംഗിക്കാത്ത, ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള സൗണ്ട് ഡോക്ട്രിനുള്ള ഒരു ചർച്ചിൽ, ഒരു അസംബ്ലിയിൽ ഈ കുഞ്ഞുങ്ങൾ അറ്റൻഡ് ചെയ്യുന്നെന്ന് മേക്ക് ഷുവർ ചെയ്യുന്ന ഉത്തരവാദിത്വം നമുക്ക് പേരൻസിനുണ്ട്. അത് നിങ്ങൾ ശ്രമിക്കുക. അതിനായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം മാത്രം ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. Psalm 16:8. I have set the Lord continually before me, because he is at my right hand, I will not be shaken.
8ാമത്തെ വാക്യം, ഞാൻ യഹോവയിൽ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ഈ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവകാര്യങ്ങളിൽ ഇവർ ഭദ്രമായിരിക്കട്ടെ, ഇവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. വരുന്ന ആളുകളിൽ കുഞ്ഞുങ്ങളൊക്കെ മടങ്ങി ഈ BMCCയിലൊക്കെ വരുവാൻ കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ അവർ അഭിവൃദ്ധിപ്പെട്ട എല്ലാ നിലയിലും, വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മാനസികമായും ഭൗതികമായും ഒക്കെ അവർ അഭിവൃദ്ധി പ്രാപിച്ചവരായി കടന്നു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ആത്മാർത്ഥോട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാം ഒരു നിമിഷം ദൈവം നമ്മളെല്ലാവരും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ചാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ദാനമായി നൽകിയ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്ത് വരികയാണ്. ഇവരുടെ ജനനം മുതൽ ഇതുവരെ നീ അവരെ പരിപാലിച്ചു. അവരുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യം കർത്താവിന്റെ കരം കൂടെ ഇരുന്നു. അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു. 12th ബോർഡ് എക്സാമിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല മാർക്ക് കർത്താവ് കൊടുത്തു. കർത്താവ് ഇവിടെ നിന്ന് അവർ തുടർ പഠനത്തിനായി വിവിധയിടങ്ങളിലേക്ക് കടന്നു പോകുകയാണ്. ഇതുവരെയും മാതാപിതാക്കളുടെ പരിപാലനത്തിൽ അവരുടെ ചെറിയ കീഴിൽ അവർ ഭദ്രമായിരുന്നു കർത്താവെ. തികച്ചും വ്യത്യസ്തമായ പലതരത്തിലുള്ള ചലഞ്ചസ് നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് കുഞ്ഞുങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവെ, എവിടെയായിരുന്നാലും അത്യുന്നതന്റെ വിരിക്കപ്പെട്ട ചിറകടിയിൽ ഈ കുഞ്ഞുങ്ങളെ ഭദ്രമായി നീ സൂക്ഷിക്കണമേ. അവരെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്ന പടവുകൾ താണ്ടുവാൻ ഓരോ സമയങ്ങളിലും ഇവിടെ ദൈവകൃപ കൊടുക്കണമേ, ദൈവിക പരിജ്ഞാനം കൊടുക്കണമേ. ദൈവ സാന്നിധ്യത്തിലുള്ള വലിയ അറിവും ബോധവും ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് നല്ല ടീച്ചേഴ്സിനെ കൊടുക്കണം, എല്ലാത്തിനും നല്ല ഫ്രണ്ട്സിനെ കർത്താവ് കൊടുക്കണം. അവരുടെ പോക്കില് വരവെക്കുന്നതിന് സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഭക്ഷണ പാനീയങ്ങളാലോ പോക്കുവരത്തിനാലോ ഈ കുഞ്ഞുങ്ങൾ ഒരു തരത്തിലും ബാധിക്കപ്പെടാതിരിക്കേണ്ടതിന് ഇതിനാദ്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇവർ മടങ്ങി വരുമ്പോൾ കർത്താവേ, അവരുടെ താമസമെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി അവരുടെ കുടുംബങ്ങൾക്ക്, മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക്, ദൈവസഭകൾക്ക്, കർത്താവേ അവിടുത്തെ രാജ്യത്തിന് അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി അങ്ങയുടെ ദാസന്മാരായ ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജീവപര്യന്തം ഇവർ അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു ചിൽഡ്രൻ. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. നിങ്ങൾ കടന്നു പോകുന്ന വഴിയാത്രകളിലൊക്കെ ആയിരിക്കുന്ന സാന്നിധ്യം ദൈവിക സാന്നിധ്യമായിരിക്കട്ടെ. നിങ്ങളെ ഓർത്ത് ഞങ്ങൾ BMCC എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾക്ക് കടന്നു വരുന്ന സമയങ്ങളിലും ഒക്കെ വീണ്ടും BMCCയുമായി ബന്ധപ്പെട്ട് കടന്നു വരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ശേഷം ഞങ്ങൾ സമയം നേരം മുമ്പോട്ട് പോകട്ടെ. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ഇമ്മാനുവൽ ചർച്ചിൽ വെച്ച് ലേഡീസ് മീറ്റിംഗ് ആയിരുന്നു. നമുക്കറിയാം, ഒരു ലേഡീസ് മീറ്റിംഗ് BMCCയുടെ ഒരു അറൗണ്ട് എത്രത്തോളം ആൾക്കാരൊക്കെ കടന്നു വരും എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ലേഡീസ് മീറ്റിംഗിന് 60 പേരോളം നമ്മുടെ ലേഡീസ് മാത്രം കടന്നു വരുവാനിടയായി. ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു കഴിഞ്ഞ ലേഡീസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രത്തോളം പേർക്ക് കടന്നു വന്നു. ആ മീറ്റിംഗിലെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ സ്പെഷ്യൽ പ്രോഗ്രാമിലെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. അത് ലഭിച്ചത് സിസ്റ്റർ രേണുക അനിലിനാണ്. പ്രിയ സിസ്റ്ററെ മുമ്പോട്ട് ഇപ്പോൾ ക്ഷണിക്കുന്നതാണ്. ആ സമയത്ത് മനോബ ബ്രദർ അസംബ്ലിയുടെ എൽഡറായിരിക്കുന്ന ജേക്കബ് മാറ്റി മുമ്പോട്ട് കടന്നു വന്ന് ആ സമ്മാനം അവർക്ക് കൊടുക്കുന്നതാണ്. ഒരു നല്ല കാര്യം. പൊരുതു വിജയമെടുത്ത് പൊരുതു പ്രാപിക്കാം.
നമ്മൾ ഇത്രത്തോളം സമയം ദൈവസന്നിധിയിലെ അനേകം പ്രോഗ്രാമുകളുമായിരുന്നു. ഇനി നമ്മൾ ദൈവവചനത്തിൽ നിന്ന് കേൾപ്പാനായി കടന്നു പോവുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിലെ ദൈവവചനവുമായി കടന്നു വന്നിരിക്കുന്ന PPC സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ വലിയ ദാസൻ പക്ഷെ പ്രൈസ് തോമസ് ആണ്. കർത്താവിന്റെ ദാസൻ, അനുഗ്രഹിക്കപ്പെട്ടൊരു കർത്താവിന്റെ ദാസനാണ് അദ്ദേഹം. പക്ഷേ ലീഡറും അതുപോലെ തന്നെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന കർത്താവിന്റെ ദാസനാണ്. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ PPC ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിന്റെ ദാസനാണെന്ന് നമ്മുടെ ദൈവവചനമായി മുമ്പോട്ട് കടന്നു വന്നിരിക്കുന്നത്. ബാക്കിയുള്ള സമയം കർത്താവിന്റെ ദാസൻ ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചു കൊടുക്കും. സർവശക്തനായ ദൈവത്തിന്റെ തിരുനാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. PMCC ആയി നമുക്ക് ഒരുമിച്ച് ഈ സന്ധിയിൽ കൂടി വരുവാൻ സർവശക്തനായ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ PMCCക്ക് നേതൃത്വം നൽകുന്ന കർത്താവിന്റെ അഭിഷിക്തന്മാർ, വിശേഷാൽ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന വിനോദ് ബ്രദർ, തന്നോടുകൂടെ ഈ അധ്വാനത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, കർത്തൃദാസന്മാർ, എല്ലാവർക്കും ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. സമയത്തിന്റെ പരിമിതി നമ്മുടെ മുൻപിലുള്ളത് കൊണ്ട് ആമുഖങ്ങൾ കൂടാതെ വേഗം ദൈവവചന ശുശ്രൂഷയിലേക്ക് ഒരു പ്രസംഗത്തിനുള്ള സമയം നമ്മുടെ മുൻപിലില്ലെങ്കിലും എന്നെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ച ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. വിശേഷാൽ ഈ വർഷം +2 പാസ്സായി പുറത്തോട്ട് പോകുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. BPCയുടെ എല്ലാവിധമായ ആശംസകളും കുഞ്ഞുങ്ങൾക്ക് നേരുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നമ്മുടെ സുവിശേഷ ചിന്തയ്ക്ക് ആധാരമായി 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. ദൈവവചനം തുറന്നിട്ട് വെച്ചിട്ടുള്ളവർ എല്ലാവരും ഒരുമിച്ച് വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആരും ഏതു വിധേനയും നിങ്ങളെ ചതിക്കരുത്. തെസ്സലോനിക്ക ലേഖനം പൗലോസിന്റെ ഇതര ലേഖനങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പുനരാഗമനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുഗാന്ത്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് എഴുതിയിരിക്കുന്ന ലേഖനങ്ങളാണ് തെസ്സലോനിക്ക ലേഖനങ്ങൾ. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിച്ചു കഴിഞ്ഞു എന്ന ഒരു തെറ്റായ പഠിപ്പിക്കലുകൾ സഭയ്ക്കകത്ത് ഉടലെടുത്തപ്പോൾ അതിനെ തിരുത്തുവാൻ ആവശ്യമായ നിലകളിലുള്ള ഉപദേശമാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ നൽകുന്നത്. അതിന്റെ 1-2 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നെന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതി എന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ടിട്ട് വേഗത്തിൽ ഇളകിപ്പോകുകയും അരുത്. അപ്പം ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഞാൻ നമുക്ക് പറഞ്ഞ സമയം കളയുന്നില്ല. ആ വാക്യത്തിൽ നിന്നുകൊണ്ട് ഒരു പദം, ആരും നിങ്ങളെ ചതിക്കരുത്. എല്ലാവരും പദം ഉറക്കെ പറയാമെങ്കിൽ പറഞ്ഞാട്ടെ, ആരും നിങ്ങളെ ചതിക്കരുത്. എന്താ പൗലോസ് അങ്ങനെ പറയാനുള്ള കാരണം? ചതിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം. നമ്മൾ എവിടെ പോയാലും ആര് ചതിക്കും, ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ നാം ചതിക്കപ്പെടാനുള്ള സാധ്യത മുൻപിലുണ്ട്. സ്തോത്രം. പൗലോസ് ആയാലും പത്രോസ് ആയാലും യോഹന്നാൻ ആയാലും
ആമേൻ. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോഴും ഈവൻ യേശു ക്രിസ്തു പോലും തന്റെ ഭൗതിക ശുശ്രൂഷ കാലയളവിൽ ഈ പദത്തെ ആസ്പദമാക്കി സംസാരിച്ചിട്ടുണ്ട്. സ്തോത്രം. ചതി ഇന്നും തുടരുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യൻ ആമേൻ സ്വയസിദ്ധമായി ചതിയനായതല്ല, സാഹചര്യങ്ങൾ ചതിക്കപ്പെട്ടതല്ല, പിന്നെ അത് ശത്രുവിന്റെ ഒരു കയ്യിൽ നിന്ന് വന്ന ആയുധമാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം ആമേൻ 3-ാം അധ്യായത്തിന്റെ 13 വരുമ്പോൾ യഹോവയായ ദൈവ സ്ത്രീയോട് നീ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന് പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ തിന്നുപോയി എന്ന് സ്ത്രീ പറഞ്ഞു. സ്തോത്രം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ച് എന്തോ എഴുതിയിരിക്കുന്നേ? വഞ്ചിച്ചു. അപ്പൊ ഈ വഞ്ചന എവിടെ തുടങ്ങിയേ? അവിടെ തുടങ്ങിയതാ, ഏദനിൽ തുടങ്ങിയതാ. സ്തോത്രം. വിശേഷാൽ ഈ +2 കഴിഞ്ഞ് പോകുന്ന കുഞ്ഞുങ്ങൾ എന്റെ മുൻപിൽ ഉള്ളതുകൊണ്ട് ആ ബാക്കി ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. വഞ്ചിക്കപ്പെടരുത്. അന്ന് തുടങ്ങിയ ചതി, അന്ന് തുടങ്ങിയ വഞ്ചന ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആ വഞ്ചിച്ചു എന്ന വാക്ക് നിങ്ങൾ ഇംഗ്ലീഷ് പരിഭാഷ പരിശോധിക്കണം. അവിടെ കൊടുത്തിരിക്കുന്ന സ്നേക്ക് ട്രിക്കഡ് മീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നത് ദ ഷൈനിങ് വൺ മിസ്ലെഡ് മീ എന്നാ കൊടുത്തിരിക്കുന്നത്. എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, ദിശ മാറ്റിവിട്ടു, ഞാൻ ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത വഴിയിൽ എന്നെ കൊണ്ട് ചിന്തിപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ രാത്രി? വളരെ ഗൗരവമുള്ള ഒരു ചിന്തയാണ് രാത്രി നമ്മൾ ചിന്തിക്കുന്നത്. സ്തോത്രം. അതാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, 2 കൊരിന്ത്യർ 11:3. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ? അവിടെ വാക്ക് ചതിച്ചു എന്ന വാക്കിനോട് ചേർത്ത് വെച്ചിരിക്കുന്ന വാക്ക് കണ്ട, ഉപായത്താൽ ചതിച്ചു എന്ന് പറഞ്ഞാൽ ചതിയാണെന്ന് മനസ്സിലാക്കരുത്. ഹല്ലേലൂയ. പല നന്മകളും പല സന്തോഷങ്ങളും പലവിധമായ സുഖങ്ങളും സൗകര്യങ്ങളും വാതിലുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ തുറക്കുമ്പോൾ എല്ലാം ഒന്ന് കയറി കൈവെക്കാൻ പോകരുത്. പ്രാർത്ഥിക്കണം. ദൈവമേ, ഇത് നിന്റെ വഴിയാണോ? ഇത് നിന്റെ ഹിതമാണോ? ഇത് നിന്റെ ആലോചന പ്രകാരമുള്ള ഒരു ചലനമാണോ എന്ന് ദൈവത്തോട് ആലോചന ചോദിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ നാം ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നത്, ഒരു മനുഷ്യന് തന്റെ വഴി ചൊവ്വായി തോന്നുന്നു എങ്കിലും അതിന്റെ അവസാനമോ മരണവഴികൾ. സ്തോത്രം. ചതിക്കപ്പെടാം. ഈ സമയം ഞാൻ കുഞ്ഞുങ്ങളോട് പറയട്ടെ, നിങ്ങൾ +2 കഴിഞ്ഞ് നിങ്ങളുടെ മാതാപിതാക്കളെ വിട്ട് നിങ്ങൾ കോളേജുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഫ്രണ്ട് സർക്കിൾ ആയിരിക്കില്ല ഇനിയും വരാൻ പോകുന്നേ. ഇനി പുതിയ കൂട്ടുകാർ വരും, പുതിയ ബഡീസ് വരും, പുതിയ ഫ്രണ്ട്സ് വരും. അവിടെ നിങ്ങൾ ചതിക്കപ്പെടരുത്, അവിടെ നിങ്ങൾ ചീറ്റ് ചെയ്യപ്പെടരുത്, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. പാപത്തെ പാപമെന്ന നിലയിൽ തന്നെ കൈകാര്യം ചെയ്യണം. വെള്ളപൂശിയ രീതിയിൽ പാപത്തെ നിങ്ങൾ ആസ്വദിക്കരുത്. ഹല്ലേലൂയ. ചതിക്കപ്പെടരുത്. അതായത് രാത്രി നിങ്ങളോട് പരിശുദ്ധാത്മാവിന് പറയാനുള്ളത്. നിങ്ങളൊരു വാക്യം ലൂക്കോസിന്റെ സുവിശേഷം എടുത്ത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 17, 18, 19 വാക്യം ഒന്ന് വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 15-ന്റെ 17, 18, 19 വാക്യം. അവിടെ ആ വാക്ക് കണ്ടോ? അവന് അപ്പോൾ സുബോധം വന്നു. അപ്പോഴവന് മനസ്സിലായത് അവൻ ചതിക്കപ്പെടുവായിരുന്നെന്ന്. ഇന്ന് പലരുടെയും സുബോധം പോയി കിടക്കുക. പക്ഷെ പാട്ടുണ്ട്, ആരാധനയുണ്ട്, സ്തോത്രമുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷേ കിടക്കുന്നത് എവിടാ? പറ, എവിടാ? പന്നിക്കൂട്ടത്തില. അപ്പോൾ സുബോധം വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം അവന്റെ സുബോധം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി ഓർത്തോണം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാതെ നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോയാൽ ഏത് സമയത്തും നമ്മുടെ സുബോധം നഷ്ടപ്പെടാം. നിങ്ങൾ ചിന്തിക്കരുത്, ഈ മനുഷ്യൻ, ഈ പയ്യൻ, ഈ ചെറുപ്പക്കാരൻ, നമ്മൾ മുടിയമ്പുത്രൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ലോകമനുഷ്യനായിരുന്നില്ല. ആ മനുഷ്യൻ എവിടായിരുന്നു? അപ്പന്റെ കൂടെ വസിച്ചവനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കണ്ടോന്നില്ല, സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ. സ്തോത്രം. അവൻ ലോക സന്തോഷത്താൽ വശീകരിക്കപ്പെട്ടു. ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതല്ല ഇത്, കേട്ടോ.
ഒറ്റ ദിവസം സംഭവിച്ചതല്ല. നിങ്ങൾ അതിന്റെ മേലോട്ട് വായിച്ച 12-13 വാക്യങ്ങൾ. അവരിൽ ഇളയവനപ്പനോട്, അപ്പ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണം എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകർന്നു കൊടുത്തു. ഉടനെ ഇറങ്ങിപ്പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. ഏറെ നാൾ കഴിയുമോ എന്ന് പറഞ്ഞാൽ ചില ദിവസങ്ങൾ, നാളുകൾ ഈ സ്വത്തുമായിട്ട് ഈ മകൻ അപ്പന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ചില ദിവസങ്ങളായി ഇവന്റെ കയ്യിൽ വന്ന ഈ സ്വത്തും ഇവനെ ചതിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചക കഴിഞ്ഞ ദിവസം ചർച്ച ഞാൻ പറയുകയുണ്ടായി. ദൈവമേ, സാന്നിധ്യം നഷ്ടപ്പെടുന്ന, നിത്യത നഷ്ടപ്പെടുന്ന ഒരു നന്മയും എന്റെ കയ്യിൽ വരരുത്. കൃപ നഷ്ടപ്പെടുന്ന ഒരു വാതിലും എന്റെ മുമ്പിൽ തുറക്കരുത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് നല്ല കോളേജിൽ തന്നെ അഡ്മിഷൻ കിട്ടട്ടെ, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടട്ടെ. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നിങ്ങളുടെ ഡിഗ്രിക്കകത്ത് ഒരു ഇച്ചിരി കുറവ് വന്നാലും നിത്യത നഷ്ടപ്പെടുന്നതിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ കെയർഫുൾ ആയിരിക്കണം. സുബോധം വരുമ്പോ എല്ലാം നഷ്ടപ്പെട്ടിരിക്കും. ഇവിടെ അവനല്ലേ സംഭവിച്ചേ? തുടക്കത്തിൽ മനസ്സിലായോ? ഇല്ല. അതാണ് ഏദനിൽ തുടങ്ങിയ ആ ചതി ഇന്നും ഡിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാ, മിസ്ലീഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞ്, എന്റെ മോള്, എന്റെ മോൻ, അവള് പോകുന്ന വഴിയിൽ, അവൻ പോകുന്ന വഴിയിൽ, അവളെ ചതിക്കുന്ന വഴിയിൽ നിന്ന് ദൈവം അവരെ തട്ടിമാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. കാരണം ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമാണ് പ്രിയരെ. ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു, 10ാം ക്ലാസ് റിസൾട്ട് വന്ന ഒരു കൊച്ചു ആത്മഹത്യ ചെയ്തെന്ന്. സൂയിസൈഡ് ടെൻഡൻസികൾ, സോഷ്യൽ മീഡിയ അഡിക്ഷൻസുകൾ കുഞ്ഞുങ്ങളെ വല്ലാതെ കാർന്നു നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഓർത്തോണം, ശത്രുവിന്റെ ചതിക്കകത്തുനിന്ന് ഈ കുഞ്ഞുങ്ങളെ മടക്കിയെടുക്കണമെങ്കിൽ പ്രാർത്ഥനയല്ലാതെ മറ്റൊരു വഴിയില്ല, മുട്ടുമടക്കുക അല്ലാതെ മറ്റൊരു വഴിയില്ല. ഹല്ലേലൂയ. വളരെ ഗൗരവത്തോടെ കുഞ്ഞുങ്ങൾ കേട്ടെ. സ്തോത്രം. അവന് സുബോധം വന്നപ്പോഴത്തേക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെ നഷ്ടപ്പെട്ടു? പണം നഷ്ടപ്പെട്ടു, അവന്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടെങ്കിലും മടങ്ങി വരാൻ ഒരു അപ്പന്റെ ഭവനം ഉണ്ടെന്നുള്ളത് നമ്മുടെ സന്തോഷം. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? തെറ്റു പറ്റാം, തെറ്റിൽ പോകാം, വീണാം. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, വീണെടുത്ത് കിടക്കരുത്. അവിടെ നിന്ന് എഴുന്നേറ്റ് മടങ്ങി വന്ന അപ്പാ എന്ന് വിളിച്ചാൽ സ്വീകരിക്കാൻ ഒരു സ്വർഗം ഇന്ന് രാത്രി ഉണ്ടെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ചതിക്കപ്പെടും. അവിടെ സുബോധം വരിക എന്ന് പറയുമ്പോൾ ഏറെ നാൾ കഴിയും മുമ്പേ എന്ന് പറഞ്ഞാൽ കിട്ടിയ ഉടനെ പോയെന്നല്ല. സ്തോത്രം. പ്രാർത്ഥിക്കണം കേട്ടോ. കർത്താവേ, ദൈവകൃപ നഷ്ടപ്പെടുന്നതൊന്നും എന്റെ കുഞ്ഞിനുണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കണം. അതിന് ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹമാണെന്ന് ലോകം പറഞ്ഞാലും, ഹല്ലേലൂയ, ഇനി അത് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് മുഴുവൻ ആൾക്കാർ പറഞ്ഞാലും ദൈവം പറയുക അത് നോ എന്ന് പറഞ്ഞാൽ അവിടെ നിന്നോണം പരിപാടി. ഇന്ന് രാത്രി ഈ സന്ദേശം നിങ്ങളുമായി കൈമാറുമ്പോൾ ഹൃദയത്തിനകത്തൊരു ദാഹം ഉണ്ടാകട്ടെ, ഹൃദയത്തിനകത്തൊരു വേദന ഉണ്ടാകട്ടെ. കർത്താവേ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ച് മാത്രമല്ല ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയുന്നത്, ഹല്ലേലൂയ, നിത്യത നഷ്ടപ്പെടുന്നത് ഒന്നും എന്റെ കയ്യിൽ വരല്ലേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു. ചിലർക്ക് ആരാധനയൊന്നും വിഷയമല്ല, പ്രാർത്ഥന വിഷയമല്ല, ദൈവിക വിഷയമൊന്നുമല്ല. അവർക്കെല്ലാം എങ്ങനെയെങ്കിലും വെട്ടിപ്പിടിക്കണം, എന്തെങ്കിലും നേടണം. അവരുടെ കുഞ്ഞിനേക്കാൾ എന്റെ കുഞ്ഞിനെ ഏറ്റവും ഉന്നത തലത്തിൽ എത്തിക്കണം. അതൊക്കെ എത്തിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദൈവമില്ലാതെ എവിടെ എത്തിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെയും പിതാവിന്റെയും ഉള്ളിൽ തട്ടി നിൽക്കേണ്ട ഏറ്റവും വലിയ ആഗ്രഹം എന്റെ കുഞ്ഞ് മുട്ടലിരിക്കുന്നു എന്നുള്ളതായിരിക്കണം, എന്റെ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതായിരിക്കണം, എന്റെ കുഞ്ഞ് പ്രാർത്ഥനയിൽ മുൻഗണനയുള്ളതായിരിക്കണം. അല്ലാതെ വാങ്ങിച്ചുകൊണ്ട് വരുന്ന മാർക്കിനകത്ത് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ മോനെ കർത്താവിന് നന്ദി പറയാൻ കൂടെ അവരെ പഠിപ്പിക്കണം. കാരണം ഈ ലോകം ചതിക്കുന്ന ലോകം. നോക്കി നിൽക്കുമ്പോൾ ചതിച്ചു കളയും, നോക്കി നിൽക്കുമ്പോൾ തന്നെ മിസ്ലീഡ് ചെയ്യപ്പെട്ട് കളയും. അതുകൊണ്ട് നിങ്ങളുടെ സെലക്ഷൻസ്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾസ്, വളരെ കെയർഫുൾ ആയിരിക്കണം. രാത്രി ഞാൻ വചനത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12-13. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും
പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ, അടുത്ത വാക്ക്, സുബോധത്തോടെ അവൻ എന്തോ സംഭവിച്ചേ? സുബോധം നഷ്ടപ്പെട്ടു പോയി. കൈ കുറച്ച് പൈസ വന്നപ്പോ അവൻ വിചാരിച്ചു അവന്റെ ലൈഫ് സെറ്റിലായെന്ന് വിചാരിച്ചു. ആ വിചാരത്തോടുകൂടി അവന് എന്തോ നഷ്ടപ്പെട്ടു. എന്താ ഈ സുബോധം തിരിച്ചു വന്നപ്പോ അവന് മനസ്സിലായേ? അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ഓർമ്മ അവന് തിരിച്ചു വന്നേ. എത്ര പേർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്? അപ്പന്റെ ഭവനത്തെ മറന്നു പോയാൽ ഓർത്തോണം സുബോധം നഷ്ടപ്പെട്ടു. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കാൻ ദൈവസ്ഥലിൽ സമയം ചെലവഴിക്കുന്നില്ലെങ്കിൽ ഓർത്തോണം സുബോധം നഷ്ടപ്പെട്ടു. ഇന്ന് രാത്രി അങ്ങനെ എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും, കർത്താവേ, സുബോധം നഷ്ടപ്പെടാത്ത ഒരു ജീവിതം എനിക്ക് വേണം. എന്റെ അപ്പന്റെ ഭവനത്തെ കുറിച്ചൊരു ഓർമ്മ. നിങ്ങളെ കേട്ടോണം, മാതാപിതാക്കളെ കേട്ടോണം, ആമേൻ, ദൈവമക്കളെ കേട്ടോണം. എത്രയെല്ലാം ഈ രാജ്യത്ത് അധ്വാനിച്ചാലും എന്തെല്ലാം ഈ രാജ്യത്ത് നേടിയെടുക്കാൻ നമ്മൾ ഒരാപ്പകൽ ഓടിയാലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒന്നുണ്ട്. അത് ഈ തിരക്കുകളുടെ നടുവിൽ കൈവിട്ട് കളയരുത്. അതാണ് ദൈവത്തോടുള്ള നമ്മുടെ സഹവാസം. ഹല്ലേലൂയ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഏതാ ശിക്ഷിച്ചു വളർത്തുന്നേ? മേളിൽ പറയുന്നു കൃപ. മേളത്തെ വാക്യം ഒന്ന് വായിച്ച്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ. അപ്പൊ കൃപയ്ക്കകത്ത് എന്തോ ഉണ്ട്? എന്തോ ഉണ്ട്? ഉറക്കെ പറഞ്ഞേ. ശിക്ഷയുണ്ട്. അല്ലാതെ കൃപയ്ക്കകത്താന്ന് പറഞ്ഞ് എന്തും കാണിക്കാമെന്ന് വിചാരിക്കരുത്. കൃപയ്ക്കകത്ത് അടിയുണ്ട്. അപ്പൻ മക്കളെ ശിക്ഷിക്കും. അപ്പൻ ശിക്ഷിക്കാത്ത മക്കളെ കുറിച്ച് എഴുതിയിരിക്കുന്ന കൗലയിടയന്മാരെന്ന. ഇന്ന് രാത്രിയിൽ അപ്പന്റെ ശിക്ഷ അനുഗ്രഹമാണ്. അതുകൊണ്ട് സുബോധത്തോടെ ജീവിക്കാൻ ഇന്ന് രാത്രി നമ്മൾ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും ഈ ദിവസങ്ങളിൽ പാപത്തെ ജയിച്ചു മുന്നേറാൻ കർത്താവ് നമ്മുടെ ശക്തി പകരും. ഒത്തിരി വിശദീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. ഏദൻ തോട്ടത്തിലാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ചതി ആരംഭിച്ചത്. എങ്ങനെ അവരെ ചതിച്ചേ? ഉപായത്താൽ ഔവായി എങ്ങനെ ചതിച്ചേ? അവിടെ ഒരു വാക്യമുണ്ട്, അമേ സ്തോത്രം, ഉൽപ്പത്തി പുസ്തകം 3:6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ, വായിച്ചു, മൂന്ന് കാര്യങ്ങളാ. തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ. എന്റെ ചോദ്യം, ഇതിനു മുമ്പ് ഈ സ്ത്രീ ഈ പഴം കണ്ടിട്ടില്ലായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലയോ? ഉണ്ട്. പക്ഷെ അന്നേരം ഒന്നും തോന്നാത്ത ഒരു തോന്നൽ. തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. എപ്പോഴാ തോന്നി? എപ്പോൾ അവൾ പിശാചിന് ഇടം കൊടുത്തോ, എപ്പോൾ അവൾ അവന്റെ വാക്ക് കേൾക്കാൻ തുടങ്ങിയോ, അവൾ ഡിസീവ്ഡ് ആയി. അവൾ മിസ്ലീഡ് ചെയ്യപ്പെട്ടു. ഒരു ദൈവവേദന്റെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഓർത്തോണം, വചനം നിറഞ്ഞു നിൽക്കണം, ദൈവശബ്ദം മുഴങ്ങി നിൽക്കണം. അതേ രീതിയിൽ തന്നെ അത് പുതിയ നിയമ വെളിപ്പാടിലേക്ക് വരുമ്പോൾ ആമേൻ സ്തോത്രം, ആമേൻ, 1 യോഹന്നാന്റെ സുവിശേഷ ലേഖനം 2:16, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. കണ്ണുമായി നമുക്കൊരു നിയമം ഉണ്ടാകണം. കണ്ണ് എന്ന് പറയുന്നത് നമ്മളിലേക്ക് പാപത്തെ കൊണ്ടുവരുന്ന ഒരു അവയവമാണ്. വിശദീകരിക്കാൻ സമയമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. എന്താ? അവനുണ്ട്, എനിക്കും വേണം. അവരുടെ മോള് അങ്ങോട്ട് പോയി എന്റെ മോളും അങ്ങോട്ട് പോകണം. അവരുടെ മോൻ അവിടെ കയറിയെങ്കിൽ എന്റെ മോനും അവിടെ കയറണം. അതിന് പേരാണ് ജീവനത്തിന്റെ പ്രതാപം. തോറ്റുകൊടുക്കാൻ മനസ്സില്ല. ദൈവമാതാവിൽ നിന്ന് കരയാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും പ്രതാപം കാണിക്കണം. ഇതെവിടെ തുടങ്ങിയതാ? ഏതിന് തുടങ്ങിയതാ? യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ?
ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദൈവാത്മാവിൽ ഉപദേശം തരാം. നിങ്ങൾ ഏതെല്ലാം നിലകളിൽ സഞ്ചരിച്ചാലും ദൈവത്തോടുള്ള, ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രത നഷ്ടപ്പെടരുത്. നിങ്ങളെ എപ്പോഴും മാതാപിതാക്കൾ കാണുന്നില്ലായിരിക്കും, നിങ്ങളെ എപ്പോഴും പാസ്റ്ററോ ലീഡേഴ്സോ കാണുന്നില്ലായിരിക്കും. പക്ഷെ നിങ്ങളെ കാണുന്നൊരു കണ്ണുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് അറ്റത്ത് പോയാലും, ഏത് ഇരുട്ടറകളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും, നിങ്ങളെ കാണുന്ന അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവരുണ്ട്. ആ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കണം. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. കൊരിന്ത്യർ സഭയോട് പൗലോസ് പറയുന്നൊരു പദമുണ്ട്. ആമേൻ. 1 കൊരിന്ത്യർ 10:23 സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിനും എനിക്ക് കർത്തവ്യമുണ്ടെങ്കിലും സകലവും ആത്മീക വർധന വരുന്നതല്ല. എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണം. എനിക്കെല്ലാം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും എനിക്ക് പ്രയോജനമില്ലെങ്കിൽ ഞാൻ അത് ചെയ്യത്തില്ല. എന്തും ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ 2 പദങ്ങളാണ്. ഒന്ന് ബെനഫിഷ്യൽ ആയിരിക്കണം, 2 കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. ആത്മീയമായി എനിക്ക് പ്രയോജനം ചെയ്യാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് കേറ്റരുത്. അത് ചെയ്താൽ പാപമാണോ എന്നാ ചോദിക്കുന്നത്. അത് ചെയ്താൽ പാപമാണോ എന്ന് ചോദിക്കുന്നത്. പാപമാണോ അല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ആത്മീയ മനുഷ്യനത് പ്രയോജനം ചെയ്യുമോ എന്നുള്ളതാണ് വിഷയം. അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കർത്താവിന്റെ പാദപീഠത്തിൽ ഹല്ലേലൂയ ഒരു നിമിഷം കണ്ണുകൾ അടച്ച്, കർത്താവേ, പ്രയോജനമുള്ളത് തിരഞ്ഞെടുക്കാൻ, എന്നെ കൺസ്ട്രക്ട് ചെയ്യുന്ന, എന്നെ പണിയാൻ സഹായിക്കുന്ന, എന്നെ ആത്മീയമായി മുന്നേറാൻ സഹായിക്കുന്ന ഒരു ആത്മമനുഷ്യൻ എന്റെ അകത്ത് പണിയപ്പെടണമെന്ന് രാത്രി പ്രാർത്ഥിച്ചു. പ്രത്യേകിച്ച് മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ വഹിച്ച് പ്രാർത്ഥിച്ചു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു വിരഞ്ഞോടി ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ വേടിഞ്ഞു. പഠിക്കും. ഭാവിയായി ജീവിച്ചപ്പോൾ ഭാവിയായി ജീവിച്ചപ്പോൾ ദൈവമേ സ്വർഗ സന്തോഷമില്ല, നിത്യ സ്നേഹിതരില്ല സ്വർഗ. എല്ലാവരും പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളെല്ലാം പ്രാർത്ഥിച്ചതിന് മിനിറ്റുകൾ. മോഹങ്ങൾ കൊണ്ടു വീരഞ്ഞോടി ഞാൻ സ്വർഗ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരക. നന്ദി പറഞ്ഞ കർത്താവിന്. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ. നന്ദി പറയാം. അന്നോ നിൻ കൃപാദാനമെന്നും. Oh, we love you, Jesus. കർത്താവേ, സാന്നിധ്യം ഇന്ന് രാത്രി ഹോളിൽ വ്യാപരിക്കട്ടെ. ശക്തിയാലേ നിത്യം പ്രാർത്ഥിച്ചവരെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഓ നിന്നാത്മശക്തിയാലേ നിത്യം നടത്തണമേ. നിന്നാത്മശക്തിയാലേ നിത്യം. ആർക്കും വർണ്ണിപ്പാൻ, ആർക്കും വർണ്ണിച്ചു കൂടാത്ത സ്വർഗ സന്തോഷമാർഗ്. വർണ്ണിച്ചു കൂടാത്ത
ലോകം വിട്ടു നിന്റെ ഈ ലോകം വിട്ടു ലോകത്തിൻ മോഹങ്ങൾ കൊണ്ടു Praise Lord. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രി സമയത്ത് നമുക്ക് BMCC മീറ്റിംഗായി കൂടി വരുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റുന്നു. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗിൽ ഇത്രത്തോളം അധികം ആളുകൾ കടന്നു വരുവാൻ, ഇതിൽ സംബന്ധിക്കുവാൻ ഒക്കെ ദൈവം ഒരുക്കി തന്ന നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ കരയേറ്റുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമുകളെ ഏർപ്പെട്ട ഓരോ വ്യക്തികളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുക എന്നുള്ളതാണല്ലോ ഇതിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം. ഇന്നത്തെ ഈ ദിവസത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച BMCC കൊയറിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. തുടർന്ന് 63-ാം സങ്കീർത്തനം ശുശ്രൂഷിപ്പാൻ ബ്രദർ ഡാനിയൽ തോമസിനെ ദൈവം ഇടയാക്കി തീർത്തല്ലോ. ദൈവവുമായി ഒരു ആത്മീക ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുണ്ടാകുന്ന ഏത് പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ സാധിക്കും എന്നുള്ള വ്യക്തമായ ആലോചന പ്രിയ ദേവദാസനിലൂടെ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ബ്രദർ ഡാനിയൽ തോമസിനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിച്ച് നമ്മളെ സഹായിച്ച ബ്രദർ ഫെബിനൽ സദാനം, അതുപോലെ ബ്രദർ രമേശ് പുന്നൻ എന്നിവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഡ്യുവറ്റ് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ആരോൺ ആൻഡ് അബിഗേൽ വളരെ ശ്രുതിമധുരമായിട്ട് മോള് പാടുവാനും അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുവാൻ ആരോണെയും ദൈവം ഇടയാക്കി തീർത്തല്ലോ. ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇതുപോലെ കടന്നു വന്ന് നിങ്ങൾക്ക് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുന്നു. പ്രിയ കുഞ്ഞുങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഗ്രൂപ്പ് കൊയർ പാടിയ ബെഥേൽ പെന്തക്കോസ്റ്റൽ ചർച്ച് അവിടെ നിന്ന് കടന്നു വന്ന എല്ലാ കൊയറംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട 2 ഗാനങ്ങൾ നിങ്ങളിൽ നിന്നും പാടി കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. തുടർന്നും നിങ്ങളുടെ സജീവമായ പങ്കാളിത്തം BMCC തുടർന്നും ഉണ്ടാകണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളോട് ഒരിക്കൽ കൂടിയുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് ഇവിടുത്തെ ഈ 12th സ്റ്റാൻഡേർഡിൽ പാസ്സായ എല്ലാ കുഞ്ഞുങ്ങൾക്കുമുള്ള മെമന്റോസ് ഇന്ന് ഞങ്ങൾക്ക് വിതരണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. വളരെ ഷോർട്ട് പീരീഡിലാണ് നമുക്ക് ഇത് ക്രമീകരിക്കാനായിട്ട് ഇടയായി തീർന്നത്. എന്നിരുന്നാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഇവിടെ കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞങ്ങൾ തുടർന്നും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു എൻകറേജ്മെന്റ് ഉണ്ടാകണമല്ലോ എന്ന് കണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്രകാരം ഒരു മെമന്റോ ഡിസ്ട്രിബ്യൂഷനോടെ ക്രമീകരിച്ചത്. അതിൽ കടന്നു വന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിക്കുന്നു. മെമന്റോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത എല്ലാ ദേവദാസന്മാരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് പ്രിയ ദേവദാസൻ പാസ്റ്റർ പ്രൈസ് തോമസിനോട് കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് നാം ജീവിതത്തിൽ ഒരിക്കലും വഞ്ചിതരാകരുതെന്നും ദൈവിക കൃപ നഷ്ടപ്പെടുത്തുന്ന യാതൊരു പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെടരുതെന്നും സുബോധവും ഏകാഗ്രതയും ഉള്ളവരായി നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നുമുള്ള കൃത്യമായ ആലോചന ഇന്നത്തെ യങ്സ്റ്റേഴ്സിനും നമുക്ക് പുറകിലിരിക്കുന്ന സഹോദരന്മാർക്ക് എല്ലാവർക്കും അത് ഒരു മുതൽക്കൂട്ടായിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും യങ്സ്റ്റേഴ്സിന് അത് നിങ്ങളുടെ ലൈഫിലും അപ്ലൈ ചെയ്യാണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ. ഞങ്ങളുടെ ക്ഷണപ്രകാരം ഇങ്ങനെ കടന്നു വന്ന പ്രിയ ദേവദാസനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് BMCC നാമത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഏതാനും ചില അറിയിപ്പുകൾ ഉള്ളത് പ്രസ്താവിച്ചു കൊള്ളട്ടെ. മെയ് മാസം 30-ാം തീയതി നമ്മളുടെ ഈ മാസത്തെ ബൈബിൾ ക്വിസ് നടത്തപ്പെടുന്നതാണല്ലോ. സീനിയേഴ്സിന്റെ പോർഷൻ ആക്സ് 17-28, അതുപോലെ ജൂനിയേഴ്സിന്റെ പോർഷൻ ആക്സ് 24-28. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ വന്ന് സംബന്ധിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ജൂൺ മാസം 16-ാം തീയതി ഹിംസ് ഫെസ്റ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ജൂനിയേഴ്സിന് വേണ്ടി കൊയർ കോമ്പറ്റീഷൻ നടത്തി. ഈ പ്രാവശ്യം നമ്മൾ സീനിയേഴ്സിന് വേണ്ടിയുള്ള കൊയർ കോമ്പറ്റീഷൻ നമ്മൾ നടത്തുകയാണല്ലോ. AM ഹാളിൽ വെച്ചാണ് ഈ പ്രാവശ്യം ക്രമീകരിച്ചിരിക്കുന്നത്. ജൂൺ മാസം 16-ാം തീയതിയാണ്. അത് ചൊവ്വാഴ്ചയാണ്. അത് ബുധനാഴ്ച അവധിയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അതിൽ വന്ന് സംബന്ധിക്കണമേ. ഒരു ചർച്ചിൽ നിന്ന് ഒരു കൊയർ എന്ന നിലയിലാണ് നിങ്ങൾക്ക് വന്ന്, ഒരു കൊയർ ടീം എന്ന നിലയിലാണ് വന്ന് പാടാൻ പറ്റുന്നത്. 2 മലയാള ക്രിസ്ത്യൻ സോങ്സ് ആണ് പാടേണ്ടത്.
ആദ്യത്തെ പാട്ട് എന്ത് നല്ലോർ സഖി യേശു, വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ് എന്നുള്ള മലയാളം പാട്ടാണ്. ഒരു പാട്ട് നിങ്ങൾ നിർബന്ധമായി ആ ഒരു പാട്ട് പാടണം. രണ്ടാമതായിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രിസ്തീയ ഗാനം പാടാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇതിൽ പങ്കെടുക്കുവാനുള്ള അവസരമുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അവിടുന്ന് കൊയർ ടീമുകളെ ഞങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന ശനിയാഴ്ച നമുക്കൊരു ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരിക്കുന്നതായിരിക്കും. മനാമ ബ്രദർ അസംബ്ലിയിൽ നിന്നായിരിക്കും ആ ഗസ്റ്റ് പാസ്റ്റർ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരും തുടർന്ന് അടുത്ത ആഴ്ചയും കടന്നു വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ICPF നിന്ന് ഒരു അറിയിപ്പുള്ളത് പ്രസ്താവിച്ചു കൊള്ളട്ടെ. മെയ് 26 to 28 ഒരു യൂത്ത് ക്യാമ്പ് അവര് ക്രമീകരിച്ചിട്ടുണ്ട്. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൽ വെച്ചാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് ആ ഒരു ക്യാമ്പ് നടത്തപ്പെടുന്നത്. എല്ലാ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന അത്രയും കുഞ്ഞുങ്ങൾ അതിൽ പോയി സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഒപ്പം 27-ാം തീയതി പാരന്റ്സിനും സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനും വേണ്ടി അവരൊരു സെമിനാറും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അത് 27-ാം തീയതി വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്താണ് AG ചർച്ചിൽ വെച്ചാണ്. അപ്പോൾ അതിലും സംബന്ധിക്കുവാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും കടന്നു വന്ന് സംബന്ധിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ചില പ്രാർത്ഥനാ വിഷയങ്ങളുള്ളത് പ്രസ്താവിച്ചുകൊള്ളട്ടെ. അടുത്തായിട്ട് പ്രാർത്ഥിക്കുവാനായി കടന്നു വരുന്നത് ദേവിദാസൻ ബ്രദർ സണ്ണിമത്തായി അവറുകളാണല്ലോ. പ്രാർത്ഥനാ വിഷയങ്ങളുള്ളത് രണ്ടെണ്ണമുള്ളത് പ്രസ്താവിച്ചുകൊള്ളട്ടെ. ഒന്ന്, നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ, ബഹ്റിന്റെ സാഹചര്യം, യുദ്ധത്തിന്റെ ഭീതി നമ്മളിലെല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ദേശത്തിന് ഒരു വലിയൊരു ദൈവിക സമാധാനം ഉണ്ടാകേണ്ടതിന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. ഒപ്പം നമ്മുടെ മുൻ BMCC പ്രസിഡന്റ് ആയിരിക്കുന്ന ബ്രദർ ജോസ് കെ ജോണിന്റെ വൈഫ് ശോശാമ്മ ജോസിന് പരിപൂർണമായ ഒരു സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടി, പരിപൂർണമായ ഒരു ആരോഗ്യം വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ദൈവഹിതം തന്റെ മകളിൽ നിറവേറപ്പെടേണ്ടതിനും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തുടർന്നും BMCCയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി കടന്നു വന്ന നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ബ്രദർ സണ്ണിമത്തായി അവരെ മുമ്പോട്ട് ക്ഷണിച്ചോളും. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും എഴുന്നേരുന്ന ദേവസ്ഥാനിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവും ദൈവമേ, ഞങ്ങൾ ഈ രാത്രി സമയം അവിടെ സന്നിധിയിൽ വളരെ നന്ദിയുള്ളവരായി നിൽക്കുകയാണ്. ഈ ഒരു ദിവസം ഞങ്ങൾ ഇന്ന് കടന്നുപോയി. ഞങ്ങളായിരുന്ന സാഹചര്യങ്ങളിലും അതുപോലെ കർത്താവ് ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിലും ഞങ്ങളുടെ യാത്രകളിലൊക്കെ കർത്താവിനെ വളരെ കരുണയും അവിടുത്തെ പരിപാലനമൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തരായി സഭയായിട്ടും കുടുംബങ്ങളായിട്ടും വ്യക്തികളായിട്ടൊക്കെ ഞങ്ങൾ അനുഭവിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയല്ലോ. അതിനായി സ്തോത്രം. എത്രയോ ആപത്തും അനർത്ഥവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ലോകത്തില് ഞങ്ങളെ നീ അവിടുന്ന് നിലനിർത്തിയ അവിടുത്തെ കൃപ മാത്രമാണ്. അത് ഓർത്ത് തിരുനാമത്തെ സ്തുതിക്കുകയും ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സായന സമയത്ത് കർത്താവ് അനേക ശുശ്രൂഷകൾ ഞങ്ങൾക്ക് അനുകൃതമായി നീ അവിടെ നൽകിയതോട് തിരുനാമത്തിന് സ്തോത്രം. ഈ ദേശത്ത് കർത്താവെ അനേക ദൈവജനത്തെ നീ അവിടുന്ന് കൂട്ടി വരുത്തിയ അവിടുത്തെ വലിയ കരുണയാണല്ലോ. ഈ ദേശത്ത് കർത്താവ് ഞങ്ങൾ കാണുന്ന അനുഗ്രഹവും ആ ദൈവജനത്തിന്റെ കാരണമാണ് എന്ന് ഞങ്ങൾ ഓർക്കുകയും കർത്താവ് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. BMCC ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിന് കർത്താവ് ഉത്തരവാദിത്തപ്പെട്ട ഓരോ പ്രിയപ്പെട്ട ഞങ്ങൾ ഓർക്കുകയാണ്. അവർക്ക് ആവശ്യമായ ദൈവകൃപ നീ നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവ് ഇന്ന് സായന സമയത്ത് ഞങ്ങൾക്ക് അനുഗ്രഹമായ പ്രോഗ്രാംസ് ഒക്കെ കേൾക്കുവാനും അത് കർത്താവ് ആസ്വദിക്കുവാനും നീ അവിടെ ഇടയാക്കിയല്ലോ. അതിനായി കർത്താവെ അനേക പ്രിയപ്പെട്ടവരെ നീ അവിടെ ഒരുക്കി, കുഞ്ഞുങ്ങളെ നീ അവിടെ ഒരുക്കി. എല്ലാവിധമായ കർത്താവെ അനുഗ്രഹവും ആ കൊയറിനും നീ അവിടെ നൽകിയതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം. BMCC കൊയറേയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരെ ഓർത്ത് നിന്നെ സ്തുതിക്കുകയും ചെയ്യുകയാണ്. വിശേഷാൽ കർത്താവെ പ്രിയ സഹോദരമായിട്ട് ഞങ്ങൾ കേട്ട അവിടുത്തെ ദൈവജനത്തെ ഓർത്ത് തിരുനാമത്തിന് സ്തോത്രം. കർത്താവെ മാറ്റമില്ലാത്ത അവിടുത്തെ വചനവും ഇന്ന് രാത്രി ഈ ദേശത്ത് ഇത്രയും സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾക്ക് അത് കേൾക്കുവാനായിട്ട് നീ അവിടുത്തെ ദാസനെ നീ അവിടെ ഒരുക്കിയതോടെ തിരുനാമത്തിന് സ്തോത്രം. ഒരിക്കലും കർത്താവെ ലോകത്തിൽ ഞങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഒരു വിധത്തിലും ഞങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കുവാൻ നീ അവിടുത്തെ നിന്റെ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്ന തിരുനാമത്തിന് സ്തോത്രം. പാപം ചെയ്യാതിരിക്കുവാൻ നിന്റെ വചനത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതുകൊണ്ട് കർത്താവെ ഞങ്ങൾ നീ സ്തുതിക്കുകയാണ്. ഇതേ ദേശത്ത് ഞങ്ങളായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ 26 കുഞ്ഞുങ്ങളും അവരുടെ പഠനത്തോട് അനുബന്ധിച്ച് വെളിയിൽ കടന്നു പോകുന്ന സമയത്ത് കർത്താവെ അവരെ ഇവിടുന്ന് ലഭിച്ചിരിക്കുന്ന ദൈവമായ ആ സത്യങ്ങൾ മാത്രമല്ല ആ അഭ്യസനങ്ങളെല്ലാം അവിടെ ഹൃദയത്തിൽ കർത്താവെ ആ രീതിയിൽ നിന്നെ മാത്രം ഓർത്തുകൊണ്ട് നിന്റെ വഴികൾ നടക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ദൈവാസന ഓർപ്പിച്ചതുപോലെ അവരെ ആ ക്രിസ്തുവിലുള്ള അവരുടെ ഐഡന്റിറ്റി
യാതൊരു സമയത്തും നഷ്ടപ്പെടാതെ കൊണ്ട് അത് ഓർത്തിരിക്കുവാൻ കർത്താവ് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ള കുഞ്ഞുങ്ങൾ അവരെ കാണുമ്പോൾ ക്രിസ്തുവിന്റെ മക്കളാണെന്ന്, ദൈവമക്കളാണെന്ന് അറിയത്തക്കവണ്ണം കർത്താവ് അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതെ കൊണ്ട് സൂക്ഷിക്കത്തക്കവണ്ണം നീ അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കടന്നു പോകുന്ന കോളേജിലായാലും കർത്താവ് സ്ഥലങ്ങളെല്ലാം നല്ല ഒരു സഭ അവർക്ക് ലഭിക്കത്തക്കവണ്ണം നീ അവരുടെ ഇടയാക്കി തീർക്കണം. നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കുഞ്ഞുങ്ങൾ യാതൊരു രീതിയിൽ നഷ്ടപ്പെടാതെ വണ്ണം കർത്താവെ ആ ദൈവജനത്തോട് ചേർന്ന് ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ, ആത്മീയമായി വളരുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർക്കണം എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മാത്രമല്ല എല്ലാ രീതിയിലും കർത്താവെ മാതാപിതാക്കന്മാരെ അവർ കർത്താവെ ബഹുമാനിക്കത്തക്കോണം, അവർ ചെയ്ത ത്യാഗങ്ങളൊക്കെ ഓർത്ത് അവരെ കർത്താവെ ഓർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്കോണം, അവരെ ഓർമ്മ ചെയ്യത്തക്കോണം ഞങ്ങൾ കുഞ്ഞുങ്ങൾ നീ അവിടെ ഇടയാക്കി തീർക്കണം എന്ന് ഞങ്ങളോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഈ രാത്രി സമയങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ഓരോ കുഞ്ഞുങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ തരികയാണ്. അനേക കുഞ്ഞുങ്ങൾ ഇവിടുന്ന് കടന്നുപോയി, ഇനി കർത്താവെ അവർ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അനേക കുഞ്ഞുങ്ങൾ എക്സാം എഴുതേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല എല്ലാ കുഞ്ഞുങ്ങൾക്കും നീ അവിടെ കൊടുത്തിരിക്കുന്ന അത്ഭുതമായ വിജയത്തിനായി ഞങ്ങൾ സ്തുതിക്കുകയും ഞങ്ങൾ മഹത്വപ്പെടുത്തുകയും ചെയ്യാണ്. കർത്താവ് അവരെ സഹായിക്കണമേ. അവർ പോകുന്ന വഴികൾ കർത്താവ്, അവർ കടന്നു പോകുന്ന കോളേജുകളിൽ എല്ലാ രീതിയിലും നല്ല വിജയം നൽകുവാൻ കർത്താവ് പ്രസാദിക്കണം എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഓരോരുത്തർ യാതൊരു രീതിയിലും അവർക്ക് ഒരു നേട്ടവുമില്ലെങ്കിലും ദൈവജനത്തിന്, രാജ്യത്തിന് കെട്ടുപണിക്കായി അവരെ നീ അവിടെ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് അവരെ ഓർക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കടന്നു വരുന്ന ഓരോരുത്തരെയും നീ അവിടെ അനുഗ്രഹിച്ചിരിക്കുന്ന സ്ഥിരാമത്തിന് സ്തോത്രം. അതിൽ കർത്താവ് സ്ഥിരവകയായിട്ട് അവർ കൊടുത്തിരിക്കുന്ന മെമന്റോ അവരുടെ കർത്താവ് ഹൃദയത്തിൽ ഒരു സ്നേഹത്തിന്റെ നല്ലൊരു മെമ്മറിയായിട്ട് അവരെ ഓർക്കുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഡീപ്സിലെ ഓരോ ശുശ്രൂഷയും ഇന്ന് കർത്താവ് ഓർത്തതുപോലെ ഓരോരോ കാര്യവും അവരുടെ ആക്ടിവിറ്റീസ് എല്ലാം നീ അവിടെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശേഷാൽ കർത്താവ് ഞങ്ങൾ ഓർത്തതുപോലെ ഈ ദേശത്ത് നീ അവിടെ നൽകിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിനായും അതുപോലെ സമാധാനത്തിനായും തിരുനാമത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കർത്താവ് ആ സമാധാനം, നഷ്ടപ്പെട്ട സമാധാനം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുവാൻ കർത്താവ് പ്രസാദിക്കണമേ. അനേകർക്ക് ജോലിയുടെ പ്രയാസങ്ങളുണ്ട്, അനേക ശമ്പളത്തിന്റെ പ്രയാസങ്ങളുണ്ട്, അനേക കർത്താവ് കുടുംബങ്ങൾ ഈ ദേശത്തുനിന്ന് നാട്ടിലേക്ക് കടന്നു പോയിട്ടുണ്ട്. കർത്താവ് ഞങ്ങളുടെ ആഗ്രഹം അവരെല്ലാം തിരിച്ചു വരുവാൻ, ഞങ്ങൾ കർത്താവ് പഴയതുപോലെ സന്തോഷത്തോടെ ഞങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുവാൻ കർത്താവ് മനസ്സ് കാണിക്കണം. കർത്താവ് നീ അവിടുന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവ് ശോഷാമത്തെ ദാസിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക ദിവസങ്ങളായി കർത്താവ് വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോവുകയാണ് ദാസി. കർത്താവിനെ കർത്താവെ നീ തൊടണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വചനത്തെ അയച്ച് നീ സൗഖ്യം കൽപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എത്രയും വേഗം കർത്താവെ അവിടുത്തെ ഹിതം ആ കർത്താവെ സഹോദരിയോട് നീ അവിടുത്തെ കരുണ കാണിച്ചത് ഞങ്ങൾക്ക് ഒന്നിച്ച് കർത്താവെ സന്തോഷിക്കുവാനും മാറ്റപ്പെടുത്തുവാനും ഇവിടെയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ള അനേക വിഷയങ്ങളുണ്ടല്ലോ, അതെല്ലാം ഞങ്ങൾ ചെയ്യുമ്പോൾ അവിടുത്തെ കൃപയ്ക്കനുസരിച്ച് മാത്രം, അവിടുന്ന് കൽപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുവാൻ, മാത്രമല്ല അവിടുത്തെ ആ നാമത്തിന്റെ മാത്രത്തിനായി മാത്രം തീരുവാൻ നീ അവിടെ നിന്നും എന്നേക്കുമായി കർത്താവ് നിങ്ങൾ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇപ്പൊ ഞാൻ കടന്നു പോകുന്ന സമയത്ത് കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടായിരിക്കണമേ. നിങ്ങൾ ആ ഭവനത്തിലേക്ക് എത്തിച്ചേരുന്നവരെയും അവിടുത്തെ ചെറിയ നീ മറക്കണം, അന്യനെ കാണുന്നവരെയും കർത്താവിനെ നീ സഹായിക്കുകയും അവിടുത്തെ നാമത്തിന്റെ മാത്രം ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യാണ് ക്രിസ്തുയേശുവിന്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ തന്നെ.